നിങ്ങൾ തന്നെ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവരായിട്ട് മാറണം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള പ്രവചനമാണ്. മസായ വുഡ് റിസറക്ട് ഫ്രം ഡെത്ത്. മശിഹ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ ഇന്നും അടുത്ത രണ്ടാഴ്ചയോടെ ഇതിനെക്കുറിച്ച് പറയും. നിങ്ങളുടെ ഹൃദയത്തിൽ ഇതൊന്ന് കയറി കിട്ടാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കഥ നമുക്കെല്ലാം അറിയാം. കഥയാണ് നമുക്കറിയാവുന്നത്. ഈ കഥ അറിഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് ഇതിന്റെ വെളിപ്പാട് കിട്ടണം. എന്ത് കിട്ടണം? വെളിപ്പാട് കിട്ടണം. നമുക്ക് ബൈബിൾ സ്റ്റോറികൾ അറിയാം. മുമ്പേ പറഞ്ഞ മാതിരി അത്ഭുതങ്ങളെ സൃഷ്ടിച്ച് മോശ എന്തുമാത്രം അത്ഭുതങ്ങളെ സൃഷ്ടിച്ചു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മോശയുടെ ശുശ്രൂഷയാണോ വലുത്, നമ്മുടെ ശുശ്രൂഷയാണോ വലുത്? പറഞ്ഞേ. നമ്മുടെ ശുശ്രൂഷ വലുത്. എന്നിട്ട് എന്താ വലുതാകാത്ത? എന്താ ആകുന്നുണ്ട്, വലുതായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് നിങ്ങൾ വലുതാക്കി എടുക്കണം. അതിനാണ് നിങ്ങളെ എല്ലാം വിളിച്ചിരിക്കുന്നത്. പറഞ്ഞാട്ടെ, എന്ന് മുതൽ എന്റെ ശുശ്രൂഷയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞാട്ടെ എല്ലാവരും. ശുശ്രൂഷയ്ക്കൊരു വ്യത്യാസം ഉണ്ടാകും. ഈ ജീവിതത്തില് നമ്മളെ ഇങ്ങനെ അടിച്ചമർത്തി നിങ്ങൾക്ക് ഇത്രയും മതി, നിങ്ങൾ ഇത് കവിഞ്ഞ് മുന്നോട്ട് പോകരുതെന്നും പറഞ്ഞ് ഈ നമ്മളെ നടത്തുന്ന ഉപദേശന്മാരോ അല്ലെന്നുണ്ടെങ്കിൽ അച്ഛന്മാരോ ഭട്ടാർക്കാരോ ആരാന്ന് വെച്ചാൽ നിങ്ങൾ ആരുടെ കീഴിലാന്നോ അവർ നിങ്ങളെ ഇങ്ങനെ ഒതുക്കി ഒരു കോണിക്ക് മാറ്റി നിർത്തിയിരിക്കുക. അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അതോ നിങ്ങൾ എഴുന്നേറ്റ് ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നോ? ശുശ്രൂഷിക്കണം. ഒതുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. നിങ്ങൾ പോയി സഭയെ ശുശ്രൂഷിക്കുന്ന കഥയെ അല്ലേ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ സമയം കിട്ടിയാൽ പോലും സഭയെ ശുശ്രൂഷിക്കരുത്, ഒരു വാക്ക് പോലും പറയരുത്. ഞാനിവിടെ IPC എബ്രോനിലാണ് പോകുന്നത്. അവിടെ 12 പാസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഞാൻ പോകാനുള്ള കാരണം തന്നെ, ഞാൻ നേരത്തെ ഒരു ചെറിയ ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ചെന്നാലും 3 ദിവസവും ശുശ്രൂഷിക്കണം. അപ്പൊ എന്നോട് ഒരു ദേവദാസൻ ചോദിച്ചു, പാസ്റ്റർ ഇവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്, അച്ഛൻ ഇവിടെ ശുശ്രൂഷിക്കുന്നു, വല്ല പൈസ വല്ലതും കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഞാൻ പൈസ ചെലവാക്കി അവിടെ പോയി അവിടെ നടത്തുന്നിടത്തെല്ലാം ഞാൻ പോകണം. അച്ഛൻ അല്ലാത്ത ശുശ്രൂഷയല്ലേ ഉള്ളത്. ആ പറഞ്ഞു, ഇവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കത്തില്ലേ എവിടെ പോയി ചോദിക്കത്തില്ലയോ? ചോദിക്കും. അതേസമയം ഒത്തിരി പേർ ഉള്ളിടത്ത് പോയാലോ ചെന്നില്ലേലും ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ ആലോചിച്ചോട്ടെ, അതല്ലേ ശരി? ഇവിടെ ശുശ്രൂഷിക്കണ്ട, അതുകൊണ്ട് ഞാൻ അവിടെ പോയി വല്ലപ്പോഴും അവിടെ പോകുന്നു, മോഹം കാണിക്കുന്നു, ഞാൻ അവിടുത്തെ മെമ്പർ, അത്രേ ഉള്ളൂ. എന്റെ ശുശ്രൂഷ അവിടെയല്ല. പറഞ്ഞാട്ടെ, എന്റെ ശുശ്രൂഷ സഭയിലല്ലെന്ന് പറഞ്ഞാട്ടെ. പുറത്താ നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്. നിങ്ങൾ അകത്ത് ശുശ്രൂഷിക്കാൻ പോയാൽ ഒരൊറ്റ മനുഷ്യൻ നിങ്ങളെ എല്ലാം അടിച്ചമർത്തി കൈ തരത്തേ ഉള്ളൂ. ഒരുത്തരും നിങ്ങളെ വിടത്തില്ല. നിങ്ങളെ ശുശ്രൂഷ പുറത്തായിരിക്കണം. അങ്ങനെ ശുശ്രൂഷിക്കുമ്പോഴാണ് ദൈവം നിങ്ങളിൽ മഹത്വം എടുക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും അപ്പൊ എനിക്ക് അവിടെ ശുശ്രൂഷിക്കാൻ അവസരം തന്നില്ല പാസ്റ്ററുമായിട്ട് പറയുന്നത് അവരുടെ ശുശ്രൂഷ കിട്ടുന്നത്. അവിടെ നിന്നെ ശുശ്രൂഷിക്കുന്നത് അവർക്ക് അറിഞ്ഞുകൂടാത്ത വചനമുണ്ടോ? അവർക്ക് ഭയങ്കര വചനങ്ങൾ അറിയാം. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് PTH MD എന്തെല്ലാം എടുക്കാമോ അതെല്ലാം മുഴുവൻ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ വന്നേക്കുന്നത് PhD മേളിൽ വല്ലതും ഉണ്ടോ? അതുമെല്ലാം എടുത്തിട്ട് വരുന്ന ആൾക്കാരാണ്. അവർക്കെല്ലാം അറിയാം. അവർക്ക് ഗ്രീക്ക് അറിയാം, അർമാന അറിയാം, പിന്നെ അറബി അറിയാം, പിന്നെ എന്തെല്ലാം അറിയാമോ അതെല്ലാം അറിയാം. നിങ്ങൾക്കറിയാമോ ഇതെല്ലാം? എനിക്കറിയത്തില്ല. ആദ്യം പറയും മലയാളം അറിയാം, കുറച്ച് ഇംഗ്ലീഷും അറിയാം. അത് തത്തിപ്പത്തിയൊക്കെ വായിക്കുന്നത്. മക്കളെ, ഈ അറിയാവുന്നത് ഈ കർത്താവിന് ആരെയാ വേണ്ടത്? ഒന്ന് വായിച്ചു ആദ്യം. Corinthians 1 അധ്യായത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആരെയാ കർത്താവിന് വേണ്ടത്. പണ്ഡിതന്മാരെയാണോ പാമരന്മാരെയാണോ വേണ്ടിയെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആരെയാ ദൈവത്തിന് വേണ്ടത്? അതിന്റെ 18 മുതൽ വായിച്ചു, 19 മുതൽ വായിച്ചു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി ഇവിടെ
ശാസ്ത്രി എവിടെ? ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ആ. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്തെക്കാൾ ദൈവത്തെ അറിയായിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാകാൻ ദൈവം ലോകത്തിൽ കുലഹീനതയും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. എന്തിനാണ്? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഹലോ, വാക്യം ഒന്നും കൂടെ പറഞ്ഞുതരാമോ? 1 കൊരിന്ത്യർ 1:19 താഴോട്ട് വായിച്ചാ മതി. ഓക്കെ. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ദൈവത്തിന് ജ്ഞാനം ആവശ്യമില്ല. ദൈവത്തിന് നിങ്ങളുടെ ബുദ്ധിയല്ല വേണ്ടിയത്, നിങ്ങളെയാ വേണ്ടത്. പറഞ്ഞാണ് എന്റെ ബുദ്ധി കഴിവല്ല, എന്നെയാ വേണ്ടിയത്. ഓക്കെ, നിങ്ങള് ഇന്നലെ ഞാൻ പ്രസംഗിച്ച ദൈവരാജ്യം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ള പ്രസംഗം, അത് നിങ്ങളൊന്ന് പോയി കേൾക്കണം. 1.25 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ട്. 1.5-2 മണിക്കൂറുണ്ട്. നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് എന്താണ് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയ്ക്കകത്ത് അപ്പോസ്തലന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ രണ്ടാമത് വന്ന് ഈ ഭൂമിയിൽ ഭരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ഭയങ്കരമായിട്ട് ജ്ഞാനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അത് നിങ്ങൾ പോയി നോക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടോ ഇല്ലയോ? എവിടെയാ നമ്മുടെ ഡെസ്റ്റിനേഷൻ? എവിടെയാ? ദൈവത്തോടുകൂടെ വസിക്കുക. അത് എവിടെയാണെന്നായി ചോദിക്കുന്നത്. നിത്യത എവിടെയാണെന്ന് അറിയണ്ടായോ? അതല്ലേ മോശത്വം പറയരുത്. നിങ്ങൾ ദൈവിക ജ്ഞാനം, ഇവർ ഈ പഠിച്ചെല്ലാം വെള്ളം, എവിടെയാണ് നിങ്ങൾ പോകുന്നത്? അവസാനം എവിടെ ചെന്നെത്തും അറിയത്തില്ല. ഇത്രയും കാലം ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു കിടന്നിട്ട് ദൈവരാജ്യത്തിൽ ഈ ലോകത്തിൽ തന്നെ. 2 പത്രോസ് 1-ാം അധ്യായം 10-11 വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പൊ നിങ്ങൾ എവിടെ പ്രവേശിക്കണം? നിത്യരാജ്യത്തിലേക്കുള്ള നിത്യരാജ്യത്തിൽ പോകണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പോകണോ വേണ്ടയോ? ഇതാരാ പറഞ്ഞ? ഞാൻ പറഞ്ഞാന്നോ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞോ? അമ്മാമയല്ലേ വായിച്ചത്? അമ്മാമ വായിച്ചത്? ഞാനന്ന് പറഞ്ഞേ. അമ്മാമ്മയുടെ ബൈബിളിനകത്തുള്ളതാണോ അമ്മാമ്മ സ്വന്തമായിട്ട് വായിച്ചാന്നോ? ബൈബിളിനകത്തുള്ള അല്ല, അമ്മാമ്മ സ്വന്തം കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞാണോ? സ്വന്തമായിട്ട് പറഞ്ഞാണോ ഒന്ന്? അല്ല. ഓക്കെ, അതിന്റെ 3-ാം അധ്യായത്താണ്. അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഓക്കെ, അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? എത്ര പേർക്ക് അറിയാം? പുതിയ ആകാശത്തും പുതിയ ഭൂമിയിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്രയും വലിയ പ്രപഞ്ചത്തിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അറിയണ്ടായോ? അറിയണോ? അറിയത്തില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അവനോടുകൂടെ രാജ്യം ഭരിക്കും. ആ ഭരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഭരിക്കാൻ അറിയണം. ഒരു ഈച്ച ഓടിക്കാൻ പോലും നമുക്ക് അറിയത്തില്ല. അതാ നമ്മൾ ചെയ്യേണ്ടത്.
ഭരിക്കണമെന്നല്ല, ഭരണഘടനയെ അറിയണം. എന്തറിയണം? ഭരണഘടന. അതാ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പൊ അമേരിക്കയിലുള്ള നമ്മള് കേരളത്തിലോട്ട് പോകുന്നു. എനിക്ക് ട്രിവാൻഡ്രത്തിനോ അല്ല നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തിനോട്ടോ ഒരു ടിക്കറ്റ് എടുത്തേക്കുന്നു. അപ്പം നമ്മൾ ഒന്നില് ഇപ്പം ബ്രിട്ടീഷ് എയർലൈൻസിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്നിറങ്ങും? എവിടെ കൂടാ പോകുന്നത്? ലണ്ടൻ വഴിയാ പോകുന്നത്, ആണോ? ലുഫ്താൻസയിലാണെന്നുണ്ടെങ്കിൽ പാരീസിൽ കൂടെ പോകുന്നു. അതുപോലെ തന്നെ കുവൈറ്റ് എയർലൈൻസിലാണെന്നുണ്ടെങ്കിൽ കുവൈറ്റിൽ ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഗൾഫ് എയർലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ബഹറിൽ ഇറങ്ങുന്നു, മിഡിൽ ഈസ്റ്റിൽ ഇറങ്ങുന്നു. ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങിയിട്ടേ നമ്മൾ അവിടെ പോകത്തുള്ളൂ. അവിടെ ഇറങ്ങുന്നിടത്ത് നമ്മൾ ഒരു 5-10 മണിക്കൂർ നമ്മൾ അവിടെ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ലഗേജ് ഇറക്കി നമ്മളെ കൂടെ ഇറങ്ങി പോകാൻ പറ്റുമോ? ഇല്ല. ആ വെയിറ്റിംഗ് പീരീഡ് ഉള്ളത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആണോ? ഇല്ല. നമ്മുടെ സാധനം എവിടെ കിട്ടുന്നത്? ഡെസ്റ്റിനേഷനിലേ കിട്ടത്തുള്ളൂ, അല്ല വേറെ വല്ലയിടത്തും കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെല്ലുമെന്ന് പറഞ്ഞു തരത്തില്ല. കർത്താവ് വരും എന്ന് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? കർത്താവ് എങ്ങോട്ടാ വരുന്നത്? ഈ ലോകത്തില്, ഈ ഭൂമിയിലേക്ക് വരുന്നു. അവിടെ വന്നതിന് ശേഷം 2 യുദ്ധങ്ങൾ നടക്കുന്നു. അത് കേട്ടിട്ടുണ്ടോ? ഒന്ന് ഹർമഗദോൻ യുദ്ധം, 2 ഗോഗ് മാഗോഗ് യുദ്ധം. ഈ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഹർമഗദോൻ യുദ്ധത്തിന് ശേഷം സാത്താനെ പിടിച്ച് 1000 ആണ്ടത്തേക്ക് ജയിലിലിടും. കർത്താവിടെ 1000 ആണ്ട് ഭരിക്കും ദൈവജനങ്ങളും ചേർന്ന്. ആ ഭരിക്കുന്ന ഉടനെ നമുക്ക് കുറച്ച് ഭരണ സ്ഥലങ്ങൾ കിട്ടണം, വേണ്ടേ? അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് തന്ന ശുശ്രൂഷയാണ്. മുമ്പ് പത്രോസിന്റെ ലേഖനം വായിച്ചായിരുന്നല്ലോ. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ആദ്യം ഉറപ്പാക്കാൻ ശ്രമിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് ലഭിക്കും. അപ്പൊ ആ തിരഞ്ഞെടുപ്പ് അനുസരിച്ച് നമ്മളെ തെരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയാ? കാണാനാണോ? ഇവിടെ എന്തിനാ? കർത്താവിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനാണോ? അപ്പൊ ശുശ്രൂഷിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ പറഞ്ഞ മാതിരി ഒരാളെ ശുശ്രൂഷിച്ചു, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ശുശ്രൂഷിക്കണം. എന്നാലേ എനിക്ക് അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടത്തുള്ളൂ? നമ്മളെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിക്കത്തുള്ളൂ. ശുശ്രൂഷിക്കാത്തവരെ ശുശ്രൂഷ ഏൽപ്പിക്കുമോ? നിങ്ങൾക്ക് കിട്ടേണ്ട സഹോദരങ്ങളെ, കിട്ടണം. അത് ഇടവഴിക്ക് കൊണ്ട് നിർത്താനാണോ? സ്വർഗത്തിൽ പോകുന്നില്ല. സ്വർഗത്തിൽ പോകുമ്പോ പോകത്തില്ല, അതല്ലല്ലോ എന്റെ വിഷയം. ഞാൻ എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നുള്ളതല്ലേ എന്റെ നോട്ടം. വേറൊരാൾക്ക് മരിച്ചാൽ എവിടെ പോകുന്നു? അതന്നേരം ഇപ്പൊ എവിടെയാ കർത്താവിന്റെ കൂടെ? എടാ, ഇപ്പൊ മരിക്കോ മരിക്കാതിരിക്കോ ജീവനോടിരിക്കോ ഏതായാലും ഒരു വിഷയമേ ഉള്ളൂ. കർത്താവ് രണ്ടാമത് വരും. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ആ കർത്താവ് രണ്ടാമത് വരുന്ന ഉടനെ ഞാൻ കർത്താവിനോട് കൂടി, അതോടെ എവിടെയാ കർത്താവ് വരുന്നുണ്ടെ? അതോടെ ഒന്ന് വായിച്ചോ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 25-34. രാജാവ് തന്റെ വലത്തുള്ളവരോടെ അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരി ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളും എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പം കർത്താവ് തന്റെ മഹത്വത്തിൽ ഇരിക്കുമ്പോ രാജ്യം വീതിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വീതിച്ചു കിട്ടണോ വേണ്ടായോ? നിങ്ങൾ കർത്താവിനോട് കൂടെ കൂട്ടവകാശികളാകുമെന്നില്ല തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ആണോ അല്ലയോ? കൂട്ടവകാശി ആകണോ അതോ ഈ കർത്താവിനെ കൊണ്ട് വിലയിപ്പിക്കണോ?
കൂട്ടവകാശികളാണ്. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ചെയ്തെങ്കിൽ നീ എനിക്കാ ചെയ്തേക്കുന്നത്. അതല്ലേ കർത്താവ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയാൽ അതെനിക്ക് വേണ്ടിയാ. അല്ല കർത്താവേ നീ അവനെ സൗഖ്യമാക്കണേ, അവൻ നഗ്നനാന്നേ അവനെ ഉടുപ്പിക്കണേ കർത്താവേ, കർത്താവേ ഒരു പാപിയാന്നേ അവനെ നീ രക്ഷിക്കണേ കർത്താവേ, അത് പറഞ്ഞാൽ അത് കൊടുക്കാമെന്ന് പറഞ്ഞത് അന്ന്. എടാ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇത് പറഞ്ഞതാരാ? കർത്താവല്ലയോ? അപ്പൊ നിങ്ങൾ കർത്താവിനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കർത്താവിനോട് കൂടെ വാഴാൻ പറ്റുന്ന അവസരങ്ങൾ ഇപ്പൊ പറ്റുള്ളൂ. ചത്തന് ശേഷം വല്ലതും പറ്റുമോ നമുക്ക്? ഇപ്പൊ കർത്താവ്ദാസനോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ വരണമെന്ന് പറഞ്ഞു. കേരളത്തിൽ പോവോ എവിടെ പോവോ? ദൈവമക്കളെ, നിങ്ങൾ എവിടെയായിരുന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവരായിട്ട് മാറണം. നിങ്ങളെല്ലാവരും അതിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇനി കർത്താവ് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളത് ആണ് ഇന്നത്തെ നമ്മുടെ പ്രവചന വിഷയം. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 16-ാം അധ്യായം 16-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചു. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധരെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ 49-ന്റെ 15 ഒന്ന് വായിച്ചോട്ടെ ആരെങ്കിലും. 49-ന്റെ 15. 49-ന്റെ 15. എങ്കിലും എന്റെ പ്രാണനെ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, അവൻ എന്നെ കൈക്കൊള്ളും. ആമേൻ. ഓക്കെ, ഇനി 86-ന്റെ 13 വായിച്ചോട്ടെ. 86-ന്റെ 13. കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും രക്ഷിച്ചിരിക്കുന്നു. എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എന്റെ പ്രാണനെ അഥവാ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അപ്പം കർത്താവിന്റെ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടണം. നിവർത്തിക്കപ്പെടണ്ടായോ? നിവർത്തിക്കപ്പെടണം. അപ്പം യേശു മരിക്കാൻ പോവാണ്. ഇത് നിവർത്തിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം ഭൂമിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് അനേകായിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അതിൽ കയറത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? നമ്മുടെ ജലം മുഴുവനും ഈ നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്ന മതം ഇരിക്കുന്നിടത്തോളം കാലം പരക്കറ്റ് കയറത്തില്ല. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇനി യേശു ഞാൻ അനേകരാൽ, അതൊന്ന് വായിച്ചോ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാമത്തെ വാക്യം. മത്തായി 16-21. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അടുത്ത ഒരാൾ വായിച്ചാണ് 17-ാം അധ്യായത്തിന്റെ 22 മുതൽ 23 വരെ. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു, അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഏറ്റവും ദുഃഖിച്ചു. ഓക്കെ, ഇനി 20-ാം അധ്യായത്തിന്റെ 17-ഉം 19-ഉം വായിച്ചോട്ടെ. യേശു യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്, നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു. പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. മതി. ഇനി നിങ്ങൾ എന്നോട് പറഞ്ഞ് ഈ സുവിശേഷത്തിൽ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു? 3 പ്രാവശ്യം. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേ പറഞ്ഞു. ഈ മന്ദിരം പൊളിപ്പി 3-ാം നാൾ അതിനെ പണിയുമെന്നോ പറഞ്ഞിട്ടുണ്ടോ? ഇനി നിങ്ങൾ പറഞ്ഞേ, യേശു എന്തിനാ ഇത് വീണ്ടും 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 പറഞ്ഞെന്തിനാ? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിനാണ് യേശു വീണ്ടും 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 ഈ വിവരം പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് എന്തിനു വേണ്ടിയാ പറഞ്ഞത്? ജനം ഓർത്തിരിക്കാൻ വേണ്ടി. അങ്ങനെ പറയുമ്പോഴാണ് സംഭവിക്കുന്നത്. ഭൂമിയിൽ കെട്ടിയത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ജനം ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ ജനങ്ങൾ ഓർത്തിരുന്നു? ഇല്ല, അവർ മറന്നുപോയി.
അപ്പൊ പിന്നെ എങ്ങനെ ഉയർത്തെഴുന്നേക്കുന്നത് എങ്ങനെ? കർത്താവ് തന്റെ പ്രവൃത്തി ചെയ്യുകയായിരുന്നു, ഇവരെ ഓർപ്പിക്കുക എന്നുള്ളത്. അല്ല, ഇതാ നമ്മളൊക്കെ നമ്മളിതൊന്നും മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും പറ്റാത്തത്. കർത്താവ് ഇവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. ആ പ്രവചനം നിവർത്തിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. ഭൂമിയിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കർത്താവിന്റെ വചനം ഡിക്ലെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യേശു മരിച്ചു, അടക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി യേശുവിനെ പറയാൻ പറ്റുമോ നടക്കുമല്ലോ? ഇല്ല. അപ്പൊ പിന്നെ അതിനു വേണ്ടി ആരെങ്കിലും പറയണം. അതിനാരെങ്കിലും പറയാനുണ്ടോ? ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞില്ല. നമ്മുടെ ജീവിതത്തില് നമ്മളെപ്പോഴും കർത്താവേ നീ ചെയ്യോ, കർത്താവേ നീ ചെയ്യോ എന്ന് പറഞ്ഞ് കുട്ടി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അല്ല. ഈ ആത്മമണ്ഡലം അല്ലെന്നുണ്ടെങ്കിൽ ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് അങ്ങനെ അല്ല. അത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ജീവനും മരണവും ആരുടെ അധികാരത്തിൽ തന്നിരിക്കുകയാണ്? നാവിന്റെ അധികാരത്തിൽ തന്നിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അതിന് വാല്യുണ്ട്. അതങ്ങ് നശിച്ചു പോകുന്നില്ല. നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര വാല്യുണ്ട്. അത് പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ നിങ്ങൾ പഠിക്കണം. ഈ 3 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് കേൾക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിലെ വിഷയങ്ങളെ എങ്ങനെ ഉയർപ്പിച്ചെടുക്കാൻ സാധിക്കും, വേറൊരാളുടെ വിഷയത്തിന് നമ്മൾക്ക് എങ്ങനെ അതിനെ പരിഹാരം കൊണ്ടുവരാൻ സാധിക്കും, ഇത് നിങ്ങൾ പഠിക്കണം. പഠിക്കാതെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പറഞ്ഞു വിട്ടുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് പഠിച്ച് നിങ്ങളുടെ ആത്മാവിൽ കൂടെ ആ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഇങ്ങനെ കറങ്ങുന്നതിനെ തിരിച്ച് കറക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളൊരു കാര്യം ഇങ്ങനെ ഒന്ന് ഇന്ന് ചോദിക്കുക. ഒരു കാര്യം പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സംഭവിക്കും. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നടക്കാനാണ് നമ്മൾ. കർത്താവേ എനിക്ക് വേദനയാണ്, കർത്താവേ സൗഖ്യമാക്കണേ, കർത്താവേ ഇവിടെ വേദന എടുക്കുന്ന കർത്താവേ സൗഖ്യമാക്കണേ. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രോഗത്തെ കുറിച്ച്, വേദനയെ കുറിച്ച്. അപ്പൊ പിന്നെ എന്തോ വന്നുകൊണ്ടിരിക്കും? വേദന. അത് നിങ്ങൾ കണ്ണുനീരോടെ പറഞ്ഞോളാൻ പറയും. അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യും? അപ്പൊ കരയത്തോടെ നിങ്ങൾ പിന്നെ ആദ്യം കൂടിയാ പിന്നെ അതിനെ കുറിച്ച് പറയുന്നത് ആണോ അല്ലയോ? പിന്നെ നിങ്ങൾ ചിന്തിച്ചോണം, ഈ പല കാര്യങ്ങളും ദൈവം പറഞ്ഞതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഏതൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു, അത് ദൈവം ചെയ്തോടെന്നാ പറയുന്നത്. കർത്താവേ എൻ്റെ മകനെ നീ അമേരിക്കയ്ക്ക് വരണം, എൻ്റെ കുഞ്ഞിനെ നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം ഇതിനെ എന്നും പറഞ്ഞിട്ട് നമ്മളങ്ങ് വിശ്വസിച്ചോണ്ട് കർത്താവ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും പ്രവാചകൻ വന്നിട്ട് പറയും നിന്നെ എന്താണ് മലനാരണ്യത്തിൽ ഞാൻ നിന്നെ കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഐസുള്ള ദേശത്ത് നിന്നെ കാണുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിനെക്കുറിച്ചാ പിന്നെ പ്രാർത്ഥന മുഴുവനും. അല്ലയോ? അങ്ങനെയൊക്കെ അല്ലയോ? നിങ്ങൾ അതൊക്കെ ഒന്ന് വിട്ടുകളയാൻ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ ബൈബിളിനകത്ത് നിങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് പഠിക്കണം. ഈ എഴുതിയിരിക്കുന്നത് പ്രകാരം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയാനായിട്ട് പഠിക്കണം. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ദൈവം ആരെയാ ഉപയോഗിച്ചെന്നറിയാമോ? കയ്യാഫാവിനെ. യേശുവിനെ കയ്യാഫാവാണ് മുൻകൈ എടുത്തത്. ജീവിച്ചിരുന്നപ്പോൾ ജനത്തിനു വേണ്ടി ഒരാൾ മരിക്കുന്നതെന്ന് അതല്ല, ജീവിച്ചിരുന്നപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് ഇപ്പൊ പുള്ളി ഇങ്ങനെ നെഞ്ഞും തിരുമ്പി നടക്കുകയാണ്.
എടാ പോയിട്ട് എന്തായി, വല്ലോ അനക്കം വല്ലതും വെച്ചോ? അടുത്ത ആള് വരുന്നുണ്ടെ രണ്ടാമത്തെ സെക്ഷൻകാർ വരുന്നുണ്ടെ എന്താടാ വല്ലോ ഒന്നും ഉണ്ടോ? അപ്പൊ എഴുന്നേറ്റോടാ. അപ്പൊ ഉയർത്തെഴുന്നേക്കാൻ വേണ്ടി വെപ്രാളം പിടിച്ച് പുള്ളി ഓടി നടക്കുക. ഓ സ്തോത്രം. നിങ്ങൾ മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി മതി ജയമാനെ മതി, അതെല്ലാം സംഭവിച്ചു. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ദൈവം ആരെ ഉപയോഗിച്ചത്? മഹാപുരോഹിതനെ. പറഞ്ഞിട്ട് മഹാപുരോഹിതനെ ഉപയോഗിച്ചു. മഹാപുരോഹിതൻ. നിസാരക്കാരനെ അല്ല ഉപയോഗിച്ചത്. ഈ ദൈവം ആരാണെന്ന് കണ്ട സാധാരണ മനുഷ്യനാണോ? ഭയങ്കര വലിയോ? ദൈവത്തിന്റെ ബുദ്ധി ഒന്നും ആർക്കും പറ്റത്തൊന്നുമില്ല. അപ്പൊ നമ്മള് യേശു ആരെയാ തെരഞ്ഞെടുത്തത്? ബുദ്ധി അധികം ഒന്നും ബുദ്ധി ഇല്ലാത്തവരെയാ തെരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണെന്നറിയാം? അവർ പറഞ്ഞാൽ അതുപോലെ അങ്ങ് ചെയ്യും. ബുദ്ധിമാന്മാർ 2 പ്രാവശ്യം ആലോചിക്കും അത് ചെയ്യണോ വേണ്ട എന്ന്. അതാണ് നമ്മുടെ പ്രശ്നം. നിങ്ങളെല്ലാം ഒത്തിരി ബുദ്ധിയുള്ളവരാ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പറ്റില്ല. ഇതിനകത്ത് ചിലരൊക്കെ ബുദ്ധിഹീനരുണ്ട്, അവര് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. മറ്റേ ബുദ്ധിയുള്ളവരെന്ന് ഇതൊന്നും ഞാൻ പറയുന്നതൊക്കെ വെറും പൊട്ടത്തരമാന്നേ പറയത്തുള്ളൂ. കാര്യം പൊട്ടത്തരം അല്ലേ വിളിച്ചു പറയുന്നതല്ലോ, അല്ലയോ? അങ്ങനെയല്ലയോ? മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ എഴുന്നേക്കത്തില്ല, ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞതിനെ ഉയർപ്പിക്കണം. നടക്കത്തില്ല എന്ന് പറഞ്ഞതിനെ നടത്തിക്കൊണ്ടുവരാൻ പഠിക്കണം. ഇതാണ് നിങ്ങൾക്ക് കഴിവ് ദൈവം തന്നേക്കുന്നത്. പത്രോസിന്റെ മുന്നില് ഒരു മനുഷ്യൻ ഇരിക്കുക. പത്രോസ് ഭിക്ഷ കൊടുക്കാൻ ഭിക്ഷ ചോദിച്ചോണ്ടാണ് പറയുന്നത്. അവൻ ജീവിതത്തിൽ നടന്നിട്ടില്ല, അമ്മയുടെ ഗർഭം മുതലേ നടന്നിട്ടില്ല. നിങ്ങളൊന്ന് കാര്യം ചെയ്ത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് വീണു, കാലൊടിയോ മുറിയോ പൊടിയോ ചതയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നടക്കണമെന്നുണ്ടെങ്കിൽ എത്ര പേര് പിന്നെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ ആരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യും നടത്തിക്കാൻ വേണ്ടി? ഫിസിക്കൽ തെറാപ്പി കഴിയാൻ വേണ്ടി എത്ര ദിവസത്തെ ഫിസിക്കൽ തെറാപ്പി നടത്തണം? പോണോ വേണ്ടായോ? മാസങ്ങള്. എന്നിട്ടാ നടക്കാൻ പഠിക്കുന്നത്. നിങ്ങൾ അവര് നടത്തുന്നവരെ നോക്കണം. ഇങ്ങനെ വിറച്ച് നടക്കുന്നു, പിടിക്കുന്നു, ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ഈ മനുഷ്യൻ കൈ പിടിച്ച് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് കുതിച്ച് ചാടി എഴുന്നേറ്റെന്നാ പറയുന്നത്. ആണോ അല്ലയോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ഡയലോഗ് പ്രാർത്ഥന ഏതെങ്കിലും ഒരു അക്ഷരമേലും പറഞ്ഞോ അവര്? ഇല്ല. എന്നിട്ട് പറയുന്നത് ഞങ്ങള് അപ്പോസ്തോലിക ഉപദേശമാണ് കൈക്കൊണ്ടേക്കുന്നത്. എന്നിട്ട് ഏത് അപ്പോസ്തോലിന്റെ ഉപദേശം ഇവരുടെ കയ്യിലുള്ളത്? അപ്പോസ്തോലിന്റെ ഉപദേശമാണ് നിന്റെ കയ്യിലുള്ളത്. ചുമ്മാ വരും പാഴ്വാക്ക് പറയുവാണെന്നേ. പാഴ്വാക്കല്ലയോ? അപ്പോസ്തോലിക ഉപദേശം കർത്താവേ അവരോട് കരുണ തോന്നണമേ, അവരെ ജന്മനാമയുടെ ഗർഭം മുതലേ കർത്താവേ അവൻ മുടന്തനായിരിക്കുന്നു, നീ അവരോട് കരുണ കാണിക്കണം കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കും. അതാണ് ഇങ്ങനെ പ്രാർത്ഥന, അപ്പോസ്തോലിക പ്രാർത്ഥന പ്രാർത്ഥിക്കും. അതല്ലയോ? അത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോസ്തലന്മാർ ചെയ്തത് നിങ്ങൾ ചെയ്യണം. അങ്ങനെ എത്ര പേരുണ്ട്? അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ എനിക്കും ചെയ്യണം. പറഞ്ഞേ, അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ എനിക്കും ചെയ്യണം. പിന്നല്ല, അങ്ങനെ ജീവിക്കണം, പഠിക്കണം. നിങ്ങളാണ് നിസാരക്കാരാണോ? അല്ല. ഇതിനകത്ത് ഇരിക്കുന്നവർ ഒറ്റ എണ്ണം പോലെ നിസാരക്കാരല്ല, ഭയങ്കര കഴിവുള്ളവരാ. മക്കളെ, കഴിഞ്ഞ ദിവസം ഇതിനകത്ത് വരുന്ന ഇജി എന്നോട് പറഞ്ഞു എന്റെ ഷോൾഡറിന് ഭയങ്കര പെയിനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവര് എനിക്കും ഭയങ്കര പെയിനാ. ആ പെയിനുള്ളതെന്ന് പറഞ്ഞ കൈ ഇപ്പൊ ഞാൻ ഇട്ടിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. ഇജി ഇന്ന് വന്നു കണ്ടില്ലേ? എന്തോ പറ്റി അമ്മാമേ? അറിയാമോ എന്തോ പറ്റി? പുള്ളിക്കാരത്തിന്റെ പെയിൻ പോയില്ലയോ? അറിയാം വയ്യ. ബുധനാഴ്ച കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ സംസാരിച്ചായിരുന്നു. ദൈവമക്കളെ, പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ പെയിനോട് പറയണം യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെന്ന് പറയണം. കർത്താദാസി ഈ നിങ്ങൾ ഇവര് ഒരുപാട് പെയിൻ ഉണ്ടാകുന്നവർ കുത്തിവെക്കുന്ന ഇഞ്ചക്ഷന്റെ അതിന്റെ പേരെന്തോ? മോർഫിൻ. മോർഫിൻ. എല്ലാവരും മോർഫിൻ എന്ന് പറഞ്ഞേ. മോർഫിൻ. ഈ സാധനം നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് പുറപ്പെടേണ്ടത്. നിങ്ങള് യേശുവിന്റെ നാമത്തിൽ ബ്രെയിനോട് പറയണം, കൽപ്പിക്കണം, യേശുവിന്റെ നാമത്തിൽ പെയിൻ കില്ലർ പുറപ്പെടട്ടെ എന്റെ ശരീരത്തിലേക്ക്.
മോർഫിൻ പുറപ്പെടുവിക്കാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, എന്റെ പെയിൻ എടുത്തു കളയുവാൻ. കഴിഞ്ഞ ദിവസം എന്റെ ഈ ഇടത്തെ കാലിന്റെ കുഴയുടെ ഈ ഭാഗത്തുണ്ട് ഭയങ്കര വേദന, സഹിക്കാൻ വയ്യാത്ത വേദന. ഒരു ദിവസം ഞാൻ ഒന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല, ഞാൻ അധികം ഇങ്ങനൊന്നും പ്രാർത്ഥിക്കാറൊന്നുമില്ല. അതങ്ങ് പോകുമെന്ന് ചിന്തിച്ചു, പോയില്ല. പിറ്റേ ദിവസമാണ് രാത്രി ഭയങ്കര വേദന. ഒരു പെയിൻ കില്ലർ എടുത്ത് തിന്നേച്ച് ഞാൻ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, വേദനയെ നീങ്ങിപ്പോകാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടിരുന്നു. നടക്കാൻ പോലും വയ്യ. അതിനുശേഷം മിനിഞ്ഞാന്ന് ഇവിടെ മഴയെല്ലാം പെയ്തു. മഴ പെയ്ത ഉടനെ കൃഷിയൊക്കെ ശരിയാക്കണം. ഇപ്പൊ അതിനിടയ്ക്ക് ഈ നേരത്തെ തടി കൊണ്ട് ഇതുണ്ടാക്കി വെച്ചിരുന്നതെല്ലാം തടി മുഴുവൻ ദ്രവിച്ചു പോയി. ആ തടിയെല്ലാം എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ട് പിന്നെ അവിടെ കല്ല് പിടിച്ചു വെച്ചു. ഇപ്പൊ തടി കഷ്ണം ഭയങ്കര നീളത്തിലുള്ള ആ ട്രാഷിനകത്ത് ഇടാൻ പറ്റത്തില്ല. അപ്പം ഇതിനെ ചവിട്ടി ഓടിക്കണം. ചവിട്ടി ഓടിക്കാറില്ലയോ എന്ന് പറഞ്ഞാൽ ഒരു ചവിട്ട് ഈ കാല് കൊണ്ട് തന്നെ ചവിട്ടി, അറിയാതെ ചവിട്ടിയത്. ഭയങ്കര വേദന. പക്ഷെ നല്ല അതിനും വേദനയും ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയി. ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ വേദനയോട് മാറിപ്പോകാൻ പറഞ്ഞിട്ടുണ്ടെന്നേ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് സംസാരിക്കണം. നിങ്ങളുടെ എവരി പാർട്ട് ഓഫ് ദ ബോഡി യു ഹാവ് ടു ടോക്ക്. അവിടെ സൗഖ്യമാകാൻ നിങ്ങൾ പറയണം. അവിടെ പുനരുദ്ധാരണം ഉണ്ടാകട്ടെ എന്ന് പറയണം. എന്റെ അസ്ഥി മജ്ജകളെല്ലാം സൗഖ്യമാകട്ടെ. ദൈവത്തിന്റെ വചനം അസ്ഥികളിലും മജ്ജകളിലും തുളച്ചു ചെല്ലുന്നതാണെന്ന് പറയുമ്പോൾ അത് ചുളച്ചു ചെല്ലണം നിങ്ങളുടെ ശരീരത്തിലേക്ക്. നിങ്ങൾ അത് കൊണ്ടുവരണം, ജീവൻ വെപ്പിക്കണം. പുനരുദ്ധരിക്കത്തില്ല. ഇനി വേദന കൊണ്ട് ഇരിക്കാനല്ല വിളിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഉദ്ധാരണം ഉണ്ടാകണം. പറഞ്ഞ് എന്റെ ശരീരത്തിൽ ഉദ്ധാരണം ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ വാർദ്ധക്യത്തിലും പച്ച പിടിച്ചും പല കാഴ്ച കൊണ്ട് ഇരിക്കുമെന്ന് പറയാൻ പഠിക്കണം. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങൾ പറയണം, നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. ആരുടെ നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. യേശുവിന് വേണ്ടി യേശു പറയണമായിരുന്നോ? പറഞ്ഞു, യേശുവിന് വേണ്ടി യേശു പറയണമായിരുന്നോ? അപ്പൊ എനിക്കും നിങ്ങൾക്കും വേണ്ടി പിന്നെ ആര് പറയണം? നമ്മൾ പറയണം. യേശു കഷ്ടങ്ങൾ സഹിക്കുമെന്നും അടക്കപ്പെടുമെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും എന്റെ ജീവനെ കൊടുപ്പാനും അതിനെ തിരിച്ചെടുപ്പാനും എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ ആളിന് തന്നെ ഇതിനെ പറയണമായിരുന്നെങ്കിൽ, ഈ ഭൂമി പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറയണം? ഒന്ന് ചിന്തിച്ചേ. ഈ ആൻഡ്രൂബമാക്ക് പറയുന്ന പോലെ ഈ പീനട്ട് ബ്രെയിനും കൊണ്ടൊന്ന് ചിന്തിക്കും നിങ്ങൾ. നമ്മുടെ ഈ മതത്തെ ഒന്ന് മാറ്റിവേ, എല്ലാത്തെയും ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്ന് മുതൽ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ. ഞാൻ പ്രവചിക്കുമെന്ന് പറഞ്ഞു. എന്റെ ശരീരത്തോട് ഞാൻ പ്രവചിക്കും, എന്റെ കുടുംബത്തോട് ഞാൻ പ്രവചിക്കും, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രവചിക്കും. നിങ്ങൾ പ്രവചിക്കണം. നിങ്ങൾ വചനം എടുത്ത് വായിച്ചിട്ട് ഈ എഴുതിയിരിക്കുന്ന പ്രകാരം നടക്കട്ടെ എന്ന് പറയാൻ പഠിക്കണം. നമ്മുടെ സമയം തീരാറായി. ഇത് പെട്ടെന്ന് സമയം എടുത്താൽ കളയുക. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ആഴ്ച ബാക്കി ഭാഗങ്ങളൊക്കെ പറയാം. ഒരു നോഹ എങ്ങനെയാണ് അനുഗ്രഹിച്ചത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ. നോഹ, അതുകൊണ്ട് 9-ാം അധ്യായത്താണ് ഉൽപ്പത്തി പുസ്തകം. ഒൻപതാം അധ്യായം എടുത്തോ? എടുത്തു. അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടോ. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുമെന്ന് പറഞ്ഞു. സേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ സേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും എന്ന് അവൻ പറഞ്ഞു. മതി. അപ്പൊ ഈ 3 മക്കളെ കുറിച്ചും പറഞ്ഞില്ലയോ? ശാപം പറഞ്ഞവന് ശാപം കിട്ടിയോ കിട്ടിയില്ലയോ? ദൈവം കർത്താവേ ഇവനെ ഞാൻ ശപിക്കുകയാണേ എന്ന് പറഞ്ഞു. കർത്താവേ നീ ശപിക്കണേ എന്ന് പറഞ്ഞോ? കർത്താവേ എന്റെ മൂത്തവൻ ഷേമിനെ നീ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞോ?
നമ്മളാന്നാലും കർത്താവേ, എന്റെ മൂത്ത മകൻ ക്ഷേം, അവനാണ് എന്റെ ആദ്യാതൻ, അവനെ നീ അനുഗ്രഹിക്കണം, അവനെ നീ വലുതാക്കണം, അവനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടോ? ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഷേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ എന്നിട്ട് പറയാണ്, യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, ഷേമിന്റെ കൂടാരങ്ങളിൽ ദൈവം വസിക്കും. അതിന്റെ അർത്ഥം എന്തുവാ? എല്ലാരും പറഞ്ഞാട്ടെ, എന്റെ കുഞ്ഞിന്റെ കൂടാരത്തിൽ ദൈവം വസിക്കുന്നു. എന്റെ കൂടാരത്തിൽ ദൈവം വസിക്കും. ഇത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ ഷേമിന്റെ കൂടാരത്തിൽ ദൈവം വസിച്ചാണ് അബ്രഹാമിന്റെ തലമുറയിൽ ദൈവം വന്നത്. അബ്രഹാം, ഷേമിന്റെ തലമുറയാണ് അബ്രഹാം. അബ്രഹാമിലൂടെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നോഹയുടെ അനുഗ്രഹം ആരടുക്ക് വരെ വന്നു? നമ്മുടെ അടുത്ത് വരും അബ്രഹാമിൽ കൂടി. മക്കളെ, നിങ്ങൾ പറയാൻ പഠിക്കണം, എന്റെ കുഞ്ഞുങ്ങളുടെ ഭവനത്തിൽ ദൈവം വസിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ദൈവം വസിക്കുമാറാകട്ടെ. അത്രയും പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ആര് ചെയ്തോളും? ദൈവം ചെയ്തു. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്നു മുതൽ ഒരു ഉയർപ്പ് നിങ്ങൾക്കൊന്നുണ്ടാകട്ടെ. നിങ്ങളെല്ലാം ഒന്ന് പ്രവചിക്കുക. വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളിൽ കൂടെ ദൈവം നടത്തിയെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഈ പ്രേരണയിൽ കടന്നു വന്ന നിന്റെ മക്കളെ നിന്റെ ദാസനായ അനുഗ്രഹിക്കുന്നു. ഇവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇവർക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.